പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കള്ളത്തരങ്ങളെല്ലാം കോച്ച് ഡേവിഡ് കാറ്റല പൊളിച്ചടക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിലാണ് കോച്ച് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഡേവിഡ് കാറ്റല പ്രധാനമായും പറഞ്ഞ ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഡേവിഡ് കാറ്റലയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ സൈൻ ചെയ്ത വിദേശ താരങ്ങൾ ഇവിടെ വന്നപ്പോൾ സാലറി ഒന്നും ഇല്ലാതെയായിരുന്നു അവർ കളിച്ചത്. സൈൻ ചെയ്ത വിദേശ താരങ്ങൾക്കൊന്നും സാലറി കൊടുക്കാനായിട്ട് ക്ലബിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറഞ്ഞ നിലവാരമുള്ള ചില താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എടുക്കാൻ സാധിച്ചത്. താരങ്ങൾക്ക് ശമ്പളം ലഭിക്കാത്തൊരവസ്ഥയായിരുന്നു ക്ലബിൽ ഉണ്ടായിരുന്നത്. അതായിരുന്നു ക്ലബിന്റെ അവസ്ഥ. താൻ ആവശ്യപ്പെട്ട വിദേശ താരങ്ങളെ എല്ലാ ക്ലബ്ബ് നൽകിയത് എന്ന് ഡേവിഡ് കാറ്റല ഇതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ക്ലബിൽ എന്താണ് നടക്കുന്നത് എന്ന് മാനേജ്മെന്റ് തുറന്നു പറയുന്നില്ല. പക്ഷേ ഞാൻ സത്യം മറിച്ച് കള്ളം പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും ഡേവിഡ് കാറ്റല പറഞ്ഞു. അതിനുശേഷം ഐമന്റെയും അസറിന്റെയും ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. ഐമനും അസറും ടീമിൽ നിന്ന് പോയത് എന്റെ തീരുമാനം കൊണ്ടാണെന്ന് പലരും പറഞ്ഞു വരുത്തിയിരുന്നു. അവർ ക്ലബ്ബ് വിട്ടത് ഞാൻ ടീമിനെ പുതുക്കുകയാണ് എന്ന രീതിയിൽ പുറത്ത് അവതരിക്കപ്പെട്ടു. പക്ഷേ അത് ശരിയല്ല. ഐമൻ എന്റെ പദ്ധതികളിൽ ഉണ്ടായിരുന്ന താരമാണ്. ഞാൻ അവനെ ടീമിൽ നിന്ന് നിലനിർത്താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും ഡേവിഡ് കാറ്റല തുറന്നു പറയുകയായിരുന്നു. ഇതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയുകയാണ്. ഈ പറഞ്ഞ ഐമൻ ഈ ഒരു സീസണിൽ ഡൽഹിക്ക് വേണ്ടി മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഡേവിഡ് കാറ്റല പറഞ്ഞ കാര്യം ഇതായിരുന്നു: ഏതെങ്കിലും താരത്തിന് ഓഫർ വന്നാൽ അവർക്ക് പോകാമെന്ന നിലപാടായിരുന്നു ക്ലബിൻ്റേത്. അതുകൊണ്ടാണ് ടീമിലെ പല താരങ്ങളും ക്ലബ്ബ് വിട്ടുപോയത്. അഡ്രിയൻ ലൂണ, നോവ സദോവി, ഡുസൻ ലഗാറ്റോർ, ഐമൻ, അസർ ഇവരെ എനിക്ക് നിലനിർത്തണമെന്നായിരുന്നു ആഗ്രഹമെന്നാണ് ഡേവിഡ് കാറ്റല പറയുന്നത്. അഡ്രിയൻ ലൂണയെ പോലുള്ള മിഡ്ഫീൽഡിൽ നിന്ന് ടീമിനെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഗുണമേന്മയുള്ള താരങ്ങളെ മിസ് ചെയ്തു. അതുകൊണ്ടാണ് പലപ്പോഴും മിഡ്ഫീൽഡിലൂടെ അല്ലാതെ വിങ്ങുകളിലൂടെ ആക്രമണം നടത്തേണ്ടി വന്നത്. എന്തായാലും ക്ലബ്ബ് വിട്ടുപോയ ഡേവിഡ് കാറ്റല ആരാധകരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം താഴെയൊന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.